ദ്രൗപദി മുർമു രാഷ്ട്രപതിയായി. ഒറീസയിലും ഛത്തീസ്ഗഡിലും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ BJP മുഖ്യമന്ത്രിമാരാക്കി. ഇതുകൊണ്ടെല്ലാം താഴെത്തട്ടിൽ ദളിതൻ്റെയും ആദിവാസിയുടെയും ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ടോ? കേന്ദ്ര സർവീസുകളുടെ കണക്കെടുക്കാം. ദളിതർക്കും ആദിവാസികൾക്കും നേരത്തെ നീക്കിവെച്ചിരുന്ന തൊഴിലവസരങ്ങൾ മോദി സർക്കാർ ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുന്നു. मैं द्रौपदी मुर्मू ईश्वर की शपथ लेता हूँ कि मैं ഒരു പട്ടികവർഗക്കാരി രാഷ്ട്രപതിയായി. ഒരേ സമയം സ്ത്രീകളുടെയും പട്ടികവർഗത്തിൻ്റെയും ശാക്തീകരണവും ഉയർത്തെഴുന്നേൽപ്പുമായി ഈ സ്ഥാനാരോഹണം വാഴ്ത്തപ്പെട്ടു. പക്ഷേ പ്രധാന പരിപാടികളിൽ നിന്നെല്ലാം മോദി ദ്രൗപദി മുർമുവിനെ മാറ്റി നിർത്തി. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കേണ്ടത് രാഷ്ട്രപതിയായിരുന്നു. പക്ഷേ നടന്നത് മോദിയുടെ വൺമാൻ ഷോ. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം സംഘപരിവാറിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. പക്ഷേ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലെവിടെയും ദ്രൗപദി മുർമു ഉണ്ടായിരുന്നില്ല. എല്ലാം മോദിമയം. ലോക്സഭയിലേക്ക് ഒരു ദളിതനെ തന്നെ തെരഞ്ഞെടുത്തയച്ച് അയോധ്യക്കാർ മോദിക്ക് മറുപടി നൽകി. ദളിതർക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒറീസയിൽ മോഹൻ ചരൺ മാഞ്ചിയെയും ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായിയെയും BJP മുഖ്യമന്ത്രിമാരാക്കിയത്. അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ പട്ടിക വിഭാഗക്കാർ എത്തുമ്പോൾ താഴെത്തട്ടിൽ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. പട്ടിക വിഭാഗക്കാരെ ശാക്തീകരിക്കുന്നതിനായാണ് ഇവർക്ക് സംവരണം ഏർപ്പെടുത്തിയത്. കേന്ദ്ര സർവീസിൽ പട്ടികജാതിക്കാർക്ക് 15%, പട്ടികവർഗക്കാർക്ക് 7.5% സംവരണം. എന്നാൽ മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്തെ തൊഴിലവസരങ്ങൾ വൻതോതിൽ വെട്ടിക്കുറച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 9 വകുപ്പുകളിൽ പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്ത 12,167 തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യമെടുക്കാം. 2014 ശേഷം പട്ടികവർഗക്കാർക്ക് ലഭിക്കേണ്ട 25,169 തസ്തികകൾ ഇല്ലാതാക്കി. 2018-നും 2022-നും ഇടയിൽ ആദിവാസി സ്കൂൾ അധ്യാപകരുടെ എണ്ണത്തിൽ 35,000 പേരുടെ കുറവുണ്ടായി. കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ്. ആദിവാസികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അതിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്ന് ഇന്ന് പോലും പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അടിസ്ഥാന സൗകര്യം വെളിച്ചം കിട്ടാത്ത ഒരുപാട് പ്രദേശങ്ങൾ ഇപ്പോഴുണ്ട്. അതുപോലെ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെ പ്രാഥമികമായിട്ടുള്ള അവർക്കുള്ള ഒരു കാര്യങ്ങളും നിർവഹിക്കുന്നില്ല എന്നുള്ള പരാതിയും ഉയർന്നു വരികയാണ്. അതുപോലെ തന്നെ ദളിതുകൾ നമ്മുടെ രാജ്യത്ത് അവരുടെ മുകളിലുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ മധ്യപ്രദേശിലാവട്ടെ, രാജസ്ഥാനിലാവട്ടെ, ബീഹാറിലാവട്ടെ, അങ്ങനെയുള്ള UP എല്ലാം തന്നെ ദളിതുകൾക്കെതിരായിക്കൊണ്ടുള്ള അക്രമ പരമ്പരകളുടെ ഒരു വാർത്തയാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. 2012-13 കാലയളവിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 17.3 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 2021-22 ആയപ്പോൾ എണ്ണം 14.6 ലക്ഷമായി കുറഞ്ഞു. 2.7 ലക്ഷം തസ്തികകൾ ഇല്ലാതായി. പട്ടിക വിഭാഗക്കാർക്ക് നഷ്ടമായത് 60,750 തസ്തികകൾ. 2013-14 വർഷം കേന്ദ്ര സർക്കാരിന് കീഴിൽ
17 ലക്ഷം കരാർ ജീവനക്കാർ ഉണ്ടായിരുന്നു. 2022 ആയപ്പോഴേക്കും ജീവനക്കാരുടെ എണ്ണം 36 ലക്ഷമായി ഉയർന്നു. 2013-14 വർഷത്തിൽ ദിവസവേതനക്കാരുടെ എണ്ണം 2.5 ലക്ഷം. 2022 ആയപ്പോഴേക്കും ദിവസവേതനക്കാരുടെ എണ്ണം 6.6 ലക്ഷമായി ഉയർന്നു. കരാർ ജീവനക്കാർക്കും ദിവസവേതനക്കാർക്കും സംവരണം ബാധകമല്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പട്ടിക വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യമില്ല. മോദി ഭരണത്തിന് കീഴിൽ പട്ടിക വിഭാഗക്കാർ രാഷ്ട്രപതിയും മുഖ്യമന്ത്രിയുമെല്ലാമായി. പക്ഷേ പട്ടിക വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. വെള്ളമെടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ തർക്കമുണ്ടാക്കുന്നു, തല്ലിക്കൊല്ലുന്നു. അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ കയറുന്നു, കാശ് ചോദിക്കുന്നു, അവരെ തല്ലിക്കൊല്ലുന്നു. അല്ലെങ്കിൽ മറ്റ് ജോലിക്ക് ചെന്ന് കൂലി ചോദിച്ചാൽ തല്ലിക്കൊല്ലുന്നു. ഈ സ്ഥിതിയിലേക്ക് രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു അക്രമമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദളിതുകളെയും ആദിവാസികളെയും സംരക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതപൂർണ്ണമാകുകയും കൂടുതൽ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് പൊതുവായി സ്വാതന്ത്ര്യം കിട്ടി 78 വർഷം കഴിഞ്ഞു. 75-ാം നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടതിൻ്റെ 75-ാം വാർഷികവും നമ്മൾ ആഘോഷിക്കുന്ന ദിവസം പോലും ആ നവംബർ 26-ന് പോലും ഒരു ദളിതായിട്ടുള്ള യുവാവിനെ തല്ലിക്കൊന്ന വാർത്തയാണ് നമ്മൾ പിറ്റേ ദിവസം വായിച്ചത്. കേന്ദ്ര സർക്കാർ ജോലികളിൽ പട്ടിക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുമ്പോൾ തന്നെ ചില മേഖലകളിൽ ഈ വിഭാഗത്തിന് വൻ പ്രാതിനിധ്യമുണ്ട്. രാജ്യത്തെ ശുചീകരണ തൊഴിലാളികളുടെ കാര്യമെടുക്കാം. ശുചീകരണ തൊഴിലാളികളിലെ 68.9% പട്ടികജാതിക്കാരാണ്. പട്ടികവർഗക്കാർ 8.3%. മറ്റ് പിന്നാക്ക വിഭാഗക്കാർ 14.7%. ശുചീകരണ തൊഴിലാളികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കേന്ദ്ര സർവീസിലെ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി പോസ്റ്റുകൾ. ഉന്നത സ്ഥാനങ്ങളിലെ പ്രാതിനിധ്യം ഇങ്ങനെയാണ്: പട്ടികജാതി വെറും 4%, പട്ടികവർഗം 4.9%. അസമത്വങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അസമത്വങ്ങൾ പെരുകി വരികയാണ്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ, നമ്മുടെ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിദയനീയമാണ് ചിത്രം എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷം കഴിഞ്ഞിട്ടും, നമുക്കൊരു ഭരണഘടന ഉണ്ടായിട്ട് ഇത്രയേറെ വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും തുല്യതയെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഗ്രഹിക്കാനോ അതെല്ലാം വിധിയെ പഴിച്ച് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്ത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. രാജ്യം ഭരിക്കുന്നത് BJP അല്ല, RSS ആണ്. RSSന്റെ സർസംഘചാലകാണ് യഥാർത്ഥ ഭരണാധികാരി. ഉന്നത ജാതിക്കാരനല്ലാത്ത ഒരാൾ പോലും ഇന്ന് വരെ സർസംഘചാലകിൻ്റെ കസേരയിൽ ഇരുന്നിട്ടില്ല.